ബംഗളൂരുവിൽ മലയാളിയായ നഴ്സിംഗ് വിദ്യാർത്ഥിക്കെതിരെ കോളേജ് ചെയർമാന്റെ ലൈംഗിക അതിക്രമം. തൃശൂർ സ്വദേശിയായ പെൺകുട്ടി പരാതി നൽകിയിട്ടും പോലീസിന്റെ അലംഭാവം തുടർന്നു. മാസങ്ങൾക്ക് ശേഷമാണ് പ്രതിക്കെതിരെ കേസെടുക്കാൻ പോലും പോലീസ് തയ്യാറായത്. കേസെടുത്തെങ്കിലും അന്വേഷണം ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായില്ല. ഇതാണ് പെൺകുട്ടി ന്യൂസ് 18 അവരുടെ നിലപാട് പറഞ്ഞത്. പരാതി ഉയർന്നതോടെ കോളേജിൽ നിന്ന് പരീക്ഷ പോലും എഴുതാതെ ഇവരെ മാറ്റി നിർത്തി. ബംഗളൂരു മൗണ്ട് ഷെപ്പേർഡ് നഴ്സിംഗ് കോളേജിനെതിരെയാണ് പരാതി. കോളേജ് ചെയർമാൻ വാൾട്ടൺ ജയ്സിംഗ്, ഭാര്യയും കോളേജ് പ്രിൻസിപ്പളുമായ ശശികല എന്നിവർക്കെതിരെയാണ് ഇവർ പരാതി നൽകിയത്. അവിടെ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ ചെയർമാൻ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കാണാൻ എൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടിനെ പോലെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. മുൻകാമുകിനെ പോലെയാണ് ഞാൻ കാണാതിരിക്കുന്നത്. നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് നിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണണം തോന്നും. നീ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കുമ്പോൾ ക്യാബിനിലേക്ക് വരണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനത് സാധാരണ ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് എടുത്തത്. കാരണം അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആവശ്യം കാര്യം കാണാൻ കഴുതക്കാലം പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യം അവരുടെ ആവശ്യം നമ്മുടെ ആവശ്യമാണത്. അതുകൊണ്ട് ഞാനതെല്ലാം ഒരു സാധാരണ രീതിയിലെടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ചെറിയ ചെറിയ കോംപ്ലിമെൻറ്റ്സിലേക്ക് എനിക്ക് മനസ്സിലായി തുടങ്ങി. അയാൾ എന്നെ പിടിക്കുന്ന രീതിക്കും അതുപോലെ തന്നെ എൻ്റെ ഡ്രസ്സിനെ കുറിച്ച് പറയുന്ന രീതികളെല്ലാം എനിക്ക് മനസ്സിലായി തുടങ്ങി. അപ്പം ഞാനത് റിജക്റ്റ് ചെയ്യാണ് ഉണ്ടായത്. ഒരു ദിവസം മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നീ പ്രിൻസിപ്പൽ മാം ഇല്ലാത്ത ദിവസം തൊട്ടടുത്ത് വേറൊരു ഹോസ്പിറ്റലുണ്ട്, ഓൺ ഹോസ്പിറ്റലില്ല, തൊട്ടടുത്ത് വേറൊരു ഹോസ്പിറ്റലുണ്ട്, അവിടെ ഞാൻ പോസ്റ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് 2 പേര് വെച്ചാണ് പോസ്റ്റിങ്ങിന് പോകുന്നത്. നൈറ്റ് ഡ്യൂട്ടി ആണെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ 6 മണി കഴിയുമ്പോൾ ഒരു പ്രിൻസിപ്പൽ മാം പോയി കഴിയുമ്പോൾ നീ എന്നെ ഒന്ന് കാണാൻ വാ, ഞാൻ നിന്നെ വിളിപ്പിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനതെൻ്റെ വീട്ടിൽ പറഞ്ഞു. വീട്ടുകാർ പറഞ്ഞു, ഒറ്റയ്ക്കായിട്ട് പോകണ്ട, ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞു. ഇത് ഇവിടെ നിൽക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ പ്രിൻസിപ്പൽ മാമിന് കംപ്ലയിൻറ്റ് കൊടുത്തത്. പ്രിൻസിപ്പൽ മാമിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, കാരണം അവർ വൈഫ് ആൻഡ് ഹസ്ബൻഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രിൻസിപ്പൽ മാം എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ഇവിടുന്ന് പഠിച്ചിറങ്ങണം, നിനക്ക് ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ നീ ചെയർമാൻ സാറ് പറഞ്ഞത് കേട്ട് നിന്നേ പറ്റൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ എനിക്ക് ആരുടെ അടുത്ത് പറയണമെന്ന് എനിക്കറിയില്ല. അവിടുത്തെ ഏറ്റവും വലിയ ആൾക്കാരാണ് പ്രിൻസിപ്പളും ചെയർമാനും. പിന്നെ വേറെ ആരുടെ അടുത്തും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ എങ്ങനെയും അടിച്ചു പിടിച്ച് സഹിച്ച് മുന്നോട്ട് പോയി. പക്ഷേ ഈ എക്സാം ഫീസ് എന്ന് പറഞ്ഞിട്ട് അവർ എക്സ്ട്രാ പേയ്മെൻറ്റ് വാങ്ങുക. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിലെ ഫീസ് അടച്ച് കഴിഞ്ഞിട്ടാണ് അഡ്മിഷൻ എടുത്തത്. സെക്കൻഡ് ഇയറിലെ ഫീസ് ഫസ്റ്റ് ഇയർ എക്സാം എഴുതുന്നതിന് മുന്നേ വാങ്ങാൻ വേണ്ടി ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ ഫസ്റ്റ് ഇയറിലെ എക്സാം അല്ലേ, അപ്പോൾ ഫസ്റ്റ് ഇയറിലെ ഫീസ് അടച്ചല്ലോ, ഞാൻ സെക്കൻഡ് ഇയറിലെ ഫീസ് എഴുതുന്നതിന് മുന്നേ സെക്കൻഡ് ഇയറിലെ ഫീസ് അടച്ച് തീർത്താൽ പോരെയും ചോദിച്ചു. നീ ഇവിടുത്തെ മാനേജ്മെൻറ്റ് ഞാനാണ് ഭരിക്കുന്നത്, നിനക്കത് ചോദ്യം ചെയ്യാനുള്ള ഒരു റൈറ്റ്സും ഇല്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരുടെ അടുത്തെല്ലാം ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്, എനിക്ക് മെൻ്റലി എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുമാതിരി ബാഡ് ആക്കിയിട്ട് എൻ്റെ കൂട്ടുകാരുടെ അടുത്തെല്ലാം എന്നെ ഐസൊലേറ്റ് ചെയ്തു. എനിക്ക് പിന്നെ ആരുമില്ല, എനിക്ക് കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ ആരും ഇല്ലാത്ത അവസ്ഥയെ. അങ്ങനെ അതാണ് ശരിക്കും ആദ്യം ഉണ്ടായ സംഭവം. അത് കഴിഞ്ഞിട്ടാണ് ഇത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് 3rd ഇയറിൽ ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തത്. ആ ഒരു റീസണിൻ്റെ പേരിൽ അവരെന്നെ അവിടുന്ന് ടെർമിനേറ്റ് ലെറ്റർ പോലും തന്നിട്ടില്ല. ഇല്ലാതെ എന്നെ പറഞ്ഞു വിട്ട് എന്നെ എക്സാം എഴുതാൻ അനുവദിച്ചില്ല. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഗുരുതരമായ ആക്ഷേപം, പരാതിയാണ് അവർ ഉന്നയിക്കുന്നത്. പരാതി കൊടുത്തിട്ടും നടപടിയില്ല എന്നതാണോ സാഹചര്യം? എന്താണ് അവരുടെ ഇനിയുള്ള നീക്കം? കഴിഞ്ഞ ഏപ്രിലാണ് പരാതി കൊടുക്കുന്നത്. പക്ഷേ പിന്നെയും മാസങ്ങളോളം കഴിഞ്ഞാണ് പലതവണ ആവശ്യപ്പെട്ടിട്ടാണ് 164 സ്റ്റേറ്റ്മെൻ്റ് അടക്കം രേഖപ്പെടുത്തുന്ന നിലയിലേക്ക് എത്തിയത്. പക്ഷേ പിന്നീടും ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിനോ മറ്റ് തുടർ നടപടികൾക്കോ ഒന്നും തയ്യാറായിട്ടില്ല പോലീസ് എന്നുള്ളതാണ് ഇവരുടെ ആക്ഷേപം. ആദ്യം മുതൽ തന്നെ ഈ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷൻ, ഈ കോളേജിൽ നിൽക്കുന്ന പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയപ്പോൾ ഇവിടെ അല്ല നൽകേണ്ടത്, മറ്റിടത്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവരെ പരമാവധി എങ്ങനെയൊക്കെ ഓടിക്കാമോ അങ്ങനെയൊക്കെ ഓടിച്ചു. ഇയാൾക്ക് ഉന്നത രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇതിൻ്റെയൊക്കെ ഫലത്തിൽ ഇയാൾക്ക് സംരക്ഷണം നൽകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഈ കുട്ടിയെ പുറത്താക്കുന്നു, അതായത് ഈ 3ാം വർഷ പരീക്ഷ എഴുതാൻ സമ്മതിക്കാതെ പുറത്താക്കുന്ന നില വരെ കാര്യങ്ങൾ എത്തി. അതായത് എങ്ങനെയൊക്കെയാണ് ഈ കുട്ടികൾ പല ദ്രോഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിലെ നഴ്സിംഗ് കോളേജുകളിൽ പഠിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ പെൺകുട്ടിയുടെ അനുഭവം എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും നിലവിൽ സംസ്ഥാന മുഖ്യമന്ത്രി ഉൾപ്പെടെ കണ്ടുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പോലീസിൽ സമ്മർദ്ദം ഉൾപ്പെടെ ചെലുത്താൻ, പ്രത്യേകിച്ച് കോൺഗ്രസ് ആണ് കർണാടകത്തിലും ഭരിക്കുന്നത്, സംസ്ഥാന മുഖ്യമന്ത്രിക്കൊക്കെ വളരെ അടുപ്പമുള്ള നേതാക്കളൊക്കെയാണ് അവിടെയുള്ളത്. ആ നിലയിൽ എന്തെങ്കിലും
ശ്രമം നടത്താൻ പറ്റുമോ എന്നുള്ളതാണ്. പരമാവധി ഇത്തരം ശ്രമങ്ങൾ നടക്കുമ്പോഴെല്ലാം ആരോടും പറയാതെ ഒഴിഞ്ഞു മാറുന്ന അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ വഴുതി രക്ഷപ്പെട്ട് പോകാനാണ് ഈ പെൺകുട്ടിയും ശ്രമിച്ചത്. പക്ഷേ പിന്നീട് പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പോലീസ് തന്നെ നിങ്ങൾ തെളിവ് കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടു. പക്ഷേ ഈ പെൺകുട്ടി ചൂണ്ടിക്കാണിക്കുന്നത് ഇയാളുടെ ചെയർമാൻ്റെ മുറിയിൽ CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും പരിശോധിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. അതും ഈ ഇരയാകുന്ന ആൾ തന്നെ എടുത്തുകൊണ്ട് ചെല്ലണം എന്നതാണ് ഈ പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതാണ് ഈ പെൺകുട്ടി ആക്ഷേപമായി പറയുന്നത്. എന്തായാലും ഈ ഭാവി തന്നെ ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് പ്രതിസന്ധിയിലാണ്. പ്രത്യേകിച്ച് പരീക്ഷ എഴുതാൻ കഴിയുന്നില്ല. തൊട്ടിപ്പുറത്ത് ഈ കോളേജിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങളുടെ ഒരു വലിയ പ്രതിസന്ധി, ഇതെല്ലാം നേരിട്ടുകൊണ്ട് കഴിയുകയാണ്. തൃശ്ശൂർ സ്വദേശിനിയാണ്. ഈ കോട്ടയത്തുള്ള ഒരു NGO വഴിയാണ് ഫലത്തിൽ ഇതിൽ കൂടുതൽ പരാതി നൽകാനും മുഖ്യമന്ത്രി കാണാനും ഒക്കെയുള്ള ശ്രമം നടത്തിയത്. അങ്ങനെയാണ് ഈ പെൺകുട്ടി കോട്ടയത്തെത്തുന്നത്. എന്തായാലും ഇതിൻ്റെ പ്രധാന ആവശ്യം ഈ പ്രതിക്കെതിരെ നടപടി ഉണ്ടാകുക, 2 ഈ പെൺകുട്ടിക്ക് മറ്റെവിടെയെങ്കിലും ആണെങ്കിലും ഈ പരീക്ഷ എഴുതുന്നതിനടക്കമുള്ള സൗകര്യങ്ങൾ കൊടുക്കുക. കാരണം ഈ പെൺകുട്ടി ആദ്യ സെമസ്റ്ററുകളിലൊക്കെ വളരെ നന്നായി പഠിച്ച് നല്ല മാർക്ക് നേടിയ ആൾ കൂടിയാണ് എന്ന് ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ ചില സംഭവങ്ങൾ ഫലത്തിലുണ്ടാകുന്നത്. സജിത്ത്. ശ്രീജിത്ത്, ഒരു കാര്യം കൂടി, ഈ നിരവധി മലയാളി കുട്ടികളടക്കം പഠിക്കുന്ന ഇടമാണ്, നഴ്സിംഗ് അടക്കമുള്ള കോഴ്സുകൾക്ക് വേണ്ടി അവിടെ. അപ്പോൾ അവർക്ക് കോളേജുകളിൽ നിന്നും അല്ലെ പുറത്തുനിന്നുമൊക്കെ അതിക്രമം ഉണ്ടാകുന്ന പലതരത്തിലുള്ള ആശങ്ക കുടുംബങ്ങളിലുണ്ടാക്കും. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആ സ്കൂൾ മാനേജ്മെൻറ്റ്, സ്കൂൾ ചെയർമാനെതിരെയാണ് പരാതി. അപ്പോൾ അത് അങ്ങേയറ്റം ഗൗരവമുള്ള ഒരു പരാതി കൂടിയാണല്ലോ. അപ്പം മറ്റു കുട്ടികൾ ആരെങ്കിലും ആ തരത്തിൽ പരാതിയുമായി വരുന്നുണ്ടോ? ശ്രീജിത്ത് ഈ പെൺകുട്ടിയുമായി സംസാരിച്ചപ്പോൾ അങ്ങനെ അനുഭവം നേരിട്ട മറ്റ് സഹപാഠികളുണ്ട്, അങ്ങനെ എന്തെങ്കിലും കാര്യം അവർ പങ്കുവയ്ക്കുന്നുണ്ടോ? അനുഭവം നേരിട്ടവരുണ്ട് സജിത്ത്. പക്ഷേ ഇവരുടെ എല്ലാം പ്രശ്നം ഈ കേരളത്തിലേക്കാൾ വളരെ ചുരുങ്ങിയ പൈസ കുറച്ച് കോഴ്സൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലം എന്നുള്ള നിലയിലാണ് ഈ സമീപ സംസ്ഥാനങ്ങളിലേക്കൊക്കെ ഇവർ പോകുന്നത്. അപ്പോൾ അവിടെ എത്തി അങ്ങനെ എങ്ങനെയെങ്കിലും പഠനം പൂർത്തിയാക്കി വല്ല വിദേശത്തൊക്കെ പോയി ജോലിയൊക്കെ വാങ്ങി ജീവിക്കുക എന്നുള്ളതാണ് ഇവരൊക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഇയാൾ പലതവണ കയറി പിടിക്കാൻ ശ്രമിക്കുന്നു, അയാൾ ശരീരത്തിൽ തൊടുമ്പോഴടക്കം മറ്റ് പ്രത്യേക താല്പര്യത്തോടെ സ്പർശിക്കുന്ന നിലയടക്കം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നു. സമാനമായ അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പെൺകുട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ അവരാരും തന്നെ ഇത് പുറത്തു പറയാനോ പരാതി കൊടുക്കാനോ തയ്യാറാകുന്നില്ല. എങ്ങനെയെങ്കിലും കോഴ്സ് കഴിഞ്ഞ് രക്ഷപ്പെട്ടു പോവുക എന്നത് മാത്രം ഒരു ലക്ഷ്യമാക്കി അവരൊക്കെ എടുക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, ഈ പെൺകുട്ടി തന്നെ ഒരു ഘട്ടത്തിൽ ഇത് സഹിക്കവയ്യാതെ വന്നതോടെ സാമൂഹിക മാധ്യമത്തിലൂടെ ഇത് വെളിപ്പെടുത്തി. ആ ഘട്ടത്തിൽ ഒരുപാട് പേർ തനിക്കും ഇങ്ങനെ അനുഭവമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു എന്നുള്ളതാണ് ഈ പെൺകുട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും പോലീസ് ഇത്രയും ദുർബലമായി കേസ് അന്വേഷിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുതകൾ. കൂടുതൽ കാര്യങ്ങൾ ഇയാൾ ആർക്കൊക്കെതിരെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മോശമായി പെരുമാറിയിട്ടുണ്ട്, ലൈംഗിക അതിക്രമം നടത്തിയിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ അത്തരം ശ്രമങ്ങൾ ഉണ്ടാകണം. അവിടെയാണ് കർണാടക പോലീസ് ഫലത്തിൽ പ്രതിയെ തന്നെ സഹായിക്കുന്ന നിലയിലേക്ക് എത്തിയത്. ഈ പ്രതിക്കും ഇയാൾക്കും ഭാര്യയ്ക്കുമെതിരെ, ഭാര്യ ശശികലയോട് ആണ് പരാതിപ്പെടുന്നത്. പക്ഷെ അവരും ഇയാൾക്കപ്പുറത്തേക്ക് ഒരു തീരുമാനമെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ പെൺകുട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇരുവർക്കുമെതിരെ കേസെടുക്കുകയും 164 സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയും അടുത്ത നടപടിക്ക് എത്ര കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഫലത്തിൽ ഈ പെൺകുട്ടി ചോദിക്കുന്നത്. സജിത്ത്. അതാണ് സാഹചര്യം. എന്തായാലും ഗുരുതരമായ പരാതിയാണ് പെൺകുട്ടി ഉന്നയിച്ചിരിക്കുന്നത്. ആ പരാതിയിലാണ് ഇടപെടൽ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും അവിടെ പോലീസിനെതിരെ കൂടിയാണ് ആക്ഷേപമുള്ളത്. ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക്